ചോദ്യം ഇതായിരുന്നു, വായിക്കാവോ? 2 cars approach each other അല്ലേ, in a straight line. ഒരു കാറ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരിക, വേറൊരു കാറ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരിക. 2 cars approaching straight line. The car A travels at 45 km/h, 45 km/h. രണ്ടാമത്തതോ 75 km/h. ഇത് ഇങ്ങോട്ട് പോണു, ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് വരും അല്ലേ, അപ്രോച്ച് സീറ്റ്. അറ്റ് t = 0, സമയം 0 ആയിരുന്നപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ് തന്നേക്കുന്നത്? നല്ല പാടാണ് കേട്ടോ, ഇത് 10ാം ക്ലാസ് വരെയുള്ള കുഞ്ഞു പിള്ളക്കളിയല്ല. 2.4 കിലോമീറ്റർ. അറ്റ് വാട്ട് ടൈം ദ 2 cars പാസ് ഈച്ച് അതർ? അങ്ങനെയെങ്കിൽ 2 കാറും പാസ് ചെയ്തു പോകുന്നത് ഏത് സമയത്തായിരിക്കും? സമയം 0-ൽ 2 കാറുകൾ 2.4 അല്ലെ 2.4 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കിടക്കുമായിരുന്നു. ഒരെണ്ണം കുറലങ്ങാട്ട്, ഒരെണ്ണം തൂട്ടായിൽ. തൂട്ടായെന്ന് പറഞ്ഞാൽ അങ്ങ് പോയി, കുറങ്ങാട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങ് വന്ന്. അങ്ങനെയെങ്കിൽ എത്രാമത്തെ മിനിറ്റിൽ അല്ലെ എത്രാമത്തെ സമയത്തിലാണ് ഈ 2 കാറുകൾ ഒരുമിച്ച് കണ്ടുമുട്ടുന്നത് അല്ലെങ്കിൽ കടന്നു പോകുന്നത്? ഇതല്ലേ ചോദ്യം? ഇതല്ലേ ചോദ്യം? ഇതിനകത്ത് എല്ലാം തന്നിട്ടുണ്ടല്ലോ. ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കാർ ഇവിടെ നോക്കിയിരി. ഞാൻ ആദ്യം ചെയ്ത് ശരിയാക്കാവോ നോക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കാർ ഈസ് ഈക്വൽ ടു 2.4 കിലോമീറ്റർ അറ്റ് t = 0 അല്ലേ? കാർ എയുടെ സ്പീഡ് എത്രയാണ്? 45 km/h. കാർ ബിയുടെ സ്പീഡ് എത്രയാണ്? 75 km/h. അപ്പൊ നമ്മൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്നായിരുന്നു? ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇനി ഇപ്പം ഇതിന്റെ വെലോസിറ്റി ഓഫ് എ ആണ്, അത് അങ്ങ് പോവാണ്. ഇതിന്റെ വെലോസിറ്റി ഓഫ് ബി ആണ്, അത് ഇങ്ങ് വരുവാണെങ്കിൽ ടോട്ടൽ വെലോസിറ്റി എങ്ങനെയായിരിക്കും? v = va ഇടത്തേക്ക് വരുന്നു, va മൈനസ് vb. അപ്പൊ എത്രയായിരിക്കും v എന്ന് പറയണത്? va പ്ലസ് vb ആയിരിക്കും. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതാ. ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി. അത് വെച്ച് കണ്ടാൽ ഇവിടെ ആവറേജ് വെലോസിറ്റിയുടെ ആവശ്യമേ ഇല്ലെന്ന് തോന്നുന്നു. അവിടെ കടന്നോട്ടെ. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഡിസ്റ്റൻസ് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ വി എ മൈനസ് വി ബി, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ വി എ പ്ലസ് വി ബി. സോ ദ റിലേറ്റീവ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 45 പ്ലസ് 75 എത്ര കിട്ടും? 5 5 10 120 km/h. ഇവിടം വരെയും കിട്ടിയായിരുന്നു ആർക്കെങ്കിലും? ഇവിടം വരെ ശരിയാക്കിയ പകുതി ഉത്തരം ശരിയായി. ഇനി നമുക്ക് എന്നാ കണ്ടുപിടിക്കണ്ടേ? ടൈം എത്ര എടുക്കും അല്ലേ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ? അപ്പം ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് t0 ആയിരുന്നപ്പോൾ എത്രയാ? 2.4 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 120 km/h. ശരിയല്ലേ? കിലോമീറ്ററും വെട്ടിപ്പോവും, 1/h ആവും, പവർ മോളിൽ പോവും. 2.4 ഡിവൈഡഡ് ബൈ 120 ദാറ്റ് മച്ച് ഓഫ് അവർ കിട്ടും.
എത്രയാണെന്ന് അറിയാവോ? 2.4 ഡിവൈഡഡ് ബൈ 120. കാൽക്കുലേറ്റർ ഉണ്ടോ? ചെയ്യാവോ ആരേലും? 0.02. വെരി ഗുഡ്. 0.02 അവർ അല്ലേ? അപ്പൊ അതിനെ മിനിറ്റ് ആക്കാൻ എന്നാ ചെയ്യണം? 0.02 ഇൻറ്റു 60 ഇൻറ്റു 60. അത്രയും സെക്കൻഡ് അല്ലേ? ശരിയല്ലേ? സെക്കൻഡ് കിട്ടണമെങ്കിൽ അപ്പൊ 0.02നെ 3600 കൊണ്ട് ഗുണിച്ചേ. എത്രയായി? 72 സെക്കൻഡ് ആകുമ്പം രണ്ട് കാറും തമ്മിൽ കണ്ടുമുട്ടും. ഇതെന്നാ നിങ്ങൾക്ക് ചെയ്യാൻ പാട്? എന്നായിരുന്നു ഇതിനകത്ത് ചെയ്യാൻ അറിയാൻ മേലാഞ്ഞത്? ഹലോ, ഇതിനകത്ത് എന്നായിരുന്നു ചെയ്യാൻ അറിയാൻ മേലാതിരുന്നത്? നിങ്ങൾ ഇവിടം വരെയും കണ്ടുപിടിച്ചില്ലേ? വി കണ്ടുപിടിച്ചില്ലേ? വെലോസിറ്റി കണ്ടുപിടിച്ചാൽ പിന്നെ എന്നാ ഉള്ളൂ? വെലോസിറ്റി കണ്ടുപിടിച്ചാല് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടായിരുന്നു, അത് കണ്ടില്ലേ ചോദ്യത്തില്? ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, വെലോസിറ്റി കണ്ടുപിടിച്ചാൽ ടൈം കാണുകൊണ്ട് വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഒന്ന് തിരിച്ചിട്ടാൽ മതി. എനിക്ക് തോന്നുന്നു ഒന്നോടെ പറഞ്ഞു പോലും തരേണ്ട കാര്യമില്ല. ഇത് മാത്രം ഇവിടെ അറിയണം. ഏത്? റിലേറ്റീവ് വെലോസിറ്റി എങ്ങനെയാ എടുക്കണേന്നുള്ള ഈ വാല്യൂ അറിയണം അല്ലേ? ഇതറിയത്തില്ലേ ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ഒന്നോടെ അതിൻ്റെ തിയറി ഞാൻ പറഞ്ഞു തരാം. രണ്ട് കാറുകൾ പരസ്പരം സെയിം ഡയറക്ഷനിൽ സഞ്ചരിക്കുകയാണെങ്കിൽ വി എ, അതാണ് വലുത്, ഇത് ചെറുതുമാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി. രണ്ട് കാറുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുകയാണെങ്കിൽ വി ഈസ് ഈക്വൽ ടു വി എ മൈനസ് ഓഫ് വി ബി, ഓർ സിംപിളി വി എ പ്ലസ് വി ബി. ഇത്ര അറിഞ്ഞാൽ പോരെ? മനസ്സിലായോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ആൻസർ ഈസ് 72 സെക്കൻഡ്. നിങ്ങൾ ചെയ്തപ്പോൾ അതാണ് കിട്ടിയേ. നിങ്ങൾ ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്തു വരണം. എഴുതി കഴിയുമ്പോൾ എന്നോട് പറയണം. എന്നിട്ട് ഇത് തന്നെയാണ് ആൻസർ എന്ന് നോക്കണം. ഞാൻ നിങ്ങളെ ഗുണിച്ച ആൻസർ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും തന്നെ ചെയ്യും. എന്നിട്ട് എല്ലാവർക്കും 72 കിട്ടിയോന്ന് പറ കേട്ടോ. ഞാനപ്പോൾ അടുത്ത ചോദ്യം കൊണ്ട് റെഡി ആയിട്ടിരിക്കാം. ഓക്കെ, ഇങ്ങനത്തെ ചോദ്യങ്ങളെ പരീക്ഷയ്ക്ക് വരുള്ളൂ. അല്ല വെലോസിറ്റി തന്നെ ആക്സലറേഷൻ എന്നാന്നൊക്കെ വരുന്ന കാലം കഴിഞ്ഞു. നേരിട്ടൊന്നും പ്രതീക്ഷിക്കണ്ട അവിടെ. എന്നാ ചെയ്ത് എഴുതിക്കൂ. എഴുതി കഴിയുമ്പോൾ പറയണം കേട്ടോ. Here B and O have the same velocity. B and O. ഇത് തന്നെ ബുക്ക് തന്നെ തെറ്റാണല്ലോ. B and O D has same velocity. ഈ കാര്യം പറയാനുണ്ടായിരുന്നു. Since the PT graph V and have same slope, char parallel to each.
പേന എടുക്കാൻ വിളിച്ചു. PT graph of C has the greatest top slope. Largest value of velocity. The PT graph of body A has negative slope. നല്ല relative with respect to d 0. കഴിഞ്ഞോ? നമ്മൾ ഇത് റെക്കോർഡ് ചെയ്തിരുന്നില്ലായിരുന്നോ? മറന്നു. റെക്കോർഡിംഗ് അല്ലേ, സോറി. പോസ്റ്റ് റെക്കോർഡിംഗ് കൊടുക്കാൻ മറന്നു. നിങ്ങൾ അതെന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ. നിങ്ങൾക്ക് പിന്നെ ക്ലാസ് ഏതെങ്കിലും നാളത്ത് കുറെ നാൾ കഴിയുമ്പോഴൊക്കെ കൂടേണ്ടി വരും. അടുത്ത ഒരു ഗ്രാഫ് തന്നിരിക്കുക കേട്ടോ. ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് തരുക. ഇങ്ങനത്തെ ചോദ്യമാണ് ചോദിക്കുന്നത്. ഇതൊക്കെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് തന്നെ, ഞാൻ ചുമ്മാ ചെയ്തിട്ടേ ഉള്ളൂ. ചോദ്യം എഴുതാണ് പാട്, ഉത്തരം ചെയ്യാൻ എളുപ്പമാണ്. പൊസിഷൻ ടൈം ഗ്രാഫ്. ഇവിടെ ഒരു വെലോസിറ്റിയുടെ ഗ്രാഫ് ഉണ്ട്, ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഒരെണ്ണമുണ്ട്, അതിങ്ങനെ ഇരിക്കും. അത് രണ്ടും അങ്ങനെ ഇരിക്കും. ഇനി ഇവിടുന്ന് ഒരെണ്ണമുണ്ട്, അതിങ്ങനെ നിൽക്കും. തീർന്നിട്ടില്ല. ഇനി ഇവിടുന്ന് ഒരെണ്ണമുണ്ട്, അതവിടുന്ന് ഇങ്ങനെ നിൽക്കും. കണ്ടോ? ഡയഗ്രാണ് P, പൊസിഷൻ T, ടൈം ഗ്രാഫ്. ഇവിടെ T1, T2, T3, T4, T5, T6, T7, etc. Position X1, X2, X3, X4, X5, X6, X7, X8, etc. Question number 1. അല്ല, ആദ്യം ഇവരുടെ പേര് തന്നെ. ഇതാണ് A, ഇതാണ് B, ഇതാണ് D, ഇതാണ് C. കുറേ ചോദ്യങ്ങൾ ഇതിനകത്ത് ചോദിക്കും. ഒന്നാമത്തെ ചോദ്യം, ഇതിനകത്ത് രണ്ട് മോഷൻ, അതായത് ABCD അങ്ങനെയാണ് ഓരോ വസ്തുക്കളുടെ മോഷൻ പറയുന്നത്. രണ്ടെണ്ണത്തിന്റെ വെലോസിറ്റി സെയിം ആണ്. ഏതൊക്കെയാണ്? വാട്ട് ആർ ദ ബോഡീസ് വിച്ച് ഹാസ് സെയിം വെലോസിറ്റി? സെയിം വെലോസിറ്റി ഉള്ള ബോഡി ഇതിനകത്ത് ഏതൊക്കെയാണ്? പറ. ഉത്തരം ബിയും ആൻഡ് ഡിയും ശരിയാണ്. എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ദ വെലോസിറ്റി ഇൻ എ പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ സ്ലോപ്പ്. അല്ലേ? ഇതിനെന്നെ ചെയ്യണം? ഇതിനിങ്ങനെ ഒരു സ്ലോപ്പ് എടുക്കണം. അതുപോലെ ഇതിനെന്നെ ചെയ്യണം? ഇതേലും ഒരു സ്ലോപ്പ് എടുക്കണം. ഈ സ്ലോപ്പിന്റെ രണ്ടിന്റെയും വാല്യൂ, സ്ലോപ്പ് ഓഫ് ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ഡി ആയിരിക്കണം. ഇനി നോക്കിയാൽ ഇവിടെ X1, X2, X3 എന്നും T1, T2, T3 തന്നിട്ടുള്ളൂ. അപ്പൊ സ്ലോപ്പ് കാണാൻ വാല്യൂ ഒന്നും തന്നിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് ലക്ഷ്മി പറഞ്ഞത് ബിയും ഡിയും ആന്ന്? ആർക്കി കുത്തി പറഞ്ഞു? എങ്ങനെയാണ് താങ്കൾ പറഞ്ഞത് ബിയും ഡിയും സെയിം വെലോസിറ്റി ആണ്? ഇവിടെ ഞാൻ മാർക്കൊന്നും മാർക്ക് ഇട്ടിട്ടില്ല, ചിലപ്പോൾ ഇവിടെ ഒന്നും അടയാളപ്പെടുത്തിയല്ല. എങ്ങനെയാണ്? The two lines are parallel. ശരിയല്ലേ? Two lines are parallel. അല്ലേ? ഈ ലൈനും എടുത്താൽ അത് പാരലൽ അല്ലേ? Parallel lines have same slope. ഇത്ര എഴുതിയ ഒരു മാർക്ക് കിട്ടും. നല്ല ചോദ്യമല്ലേ അങ്ങനെ ചോദിച്ചാല്?
യൂണിഫോം എന്നാന്ന് ചോദിക്കേണ്ട, ഒരു ഗ്രാഫ് വന്നാൽ എല്ലാം ചോദിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ബോഡി ഹാസ് ദ മാക്സിമം വെലോസിറ്റി? ഏറ്റവും കൂടുതൽ വെലോസിറ്റി ആർക്കാണ്? ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വെലോസിറ്റി? പറ. ആരെങ്കിലും പറയടോ, ഇതിനകത്ത് ആർക്കാണ് മാക്സിമം വെലോസിറ്റി? കാർത്തി, ഇങ്ങനത്തെ ചോദ്യ പരീക്ഷയ്ക്ക് വരുവുള്ളൂ. ഇതിൽ ആർക്കാണ് മാക്സിമം വെലോസിറ്റി? ഏനാ ഏതാ? വെരി ഗുഡ്. സിക്കാണ് മാക്സിമം വെലോസിറ്റി. ഇവിടെ നോക്കി, ഞാൻ സിയുടെ ഒരു സ്ലോപ്പ് എടുത്തു. ഇതല്ലേ സിയുടെ സ്ലോപ്പ്. അപ്പം സ്ലോപ്പ് ഓഫ് സി ഈസ് മാക്സിമം. കാരണം എന്നാ? y ബൈ എക്സ് അല്ലേ? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇങ്ങനെയൊക്കെ എഴുതണം. അപ്പൊ നോക്കിയാൽ y വളരെ കൂടുതലുണ്ടല്ലേ? y വളരെ കൂടുതലും എക്സ് വളരെ കുറവുമാണ്. y ഒരു ലാർജ് വാല്യൂ ആണ്, എക്സ് ഒരു സ്മോൾ വാല്യൂ ആണ്. ദ സ്ലോപ്പ് ഈസ് മാക്സിമം ഫോർ സി. അതാണ് രണ്ടാമത്തെ ചോദ്യം. ചോദ്യം നമ്പർ 3, 4 മാർക്കിന്റെ ചോദ്യമായിരുന്നു ഇത്. What is the direction of motion of A with respect to B and C and D? Direction of motion of A with respect to B, C, D. ബിയും സിയും ഡിനെ അപേക്ഷിച്ച് എയുടെ ഡയറക്ഷൻ അവരുടെ നേരെയാണോ അത് മൂവ് ചെയ്യുന്നത്, അതോ അതിന് ഓപ്പോസിറ്റ് ആണോ മൂവ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ചോദ്യം. ശ്രീലക്ഷ്മി പറഞ്ഞേ. ശ്രീലക്ഷ്മിക്ക് എന്തെങ്കിലും കേൾക്കാവോ? താങ്കളുടെ ഫോണിന്റെ അല്ലെ ഹെഡ്സെറ്റിന്റെ സ്പീക്കർ വർക്കിംഗ് അല്ല. വേറെ ഒരെണ്ണം മേടിക്കണം കേട്ടോ. ഒരക്ഷരം ഇവിടെ ആരും കേൾക്കുന്നില്ല. പോട്ടെ, കാർത്തി പറ. എയുടെ ഡയറക്ഷൻ ഓഫ് മോഷൻ ബിയും സിയും ഡിയും അപേക്ഷിച്ച് എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം എന്നാ? ഓപ്പോസിറ്റ് എന്ന് എഴുതി അരമാർക്കേ കിട്ടുള്ളൂ. കാരണം പറ. എടോ പറയടോ. അതിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാല് ദാറ്റ് ഈസ് എ നെഗറ്റീവ് സ്ലോപ്പ്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? നെഗറ്റീവ് സ്ലോപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇതിന്റെ സ്ലോപ്പ് ഈ ഡയറക്ഷനോട്ടല്ലേ വന്നെ, ബാക്കിയെല്ലാം ഇങ്ങോട്ടല്ലായിരുന്നോ? സോ ഇറ്റ് ഹാസ് എ നെഗറ്റീവ് സ്ലോപ്പ്. ആർക്കാണ് നെഗറ്റീവ് സ്ലോപ്പ്? എക്ക്. ബിക്കും സിക്കും ഡിക്കോ? ബി, സി ആൻഡ് ഡി ഹാസ് പോസിറ്റീവ് സ്ലോപ്പ്. ഇറ്റ് മീൻസ് ദാറ്റ് ഓർ ദാറ്റ് ഈസ്, ഇങ്ങനെയൊക്കെ എഴുതിയാൽ നിങ്ങൾ ദാറ്റ് ഈസ് A and B or A and C, ഓതാണ് with respect to that are in opposite direction. Opposite direction of motion. That's the last question, number 4. What is the relative velocity between B and D? The relative velocity, എന്നാൽ ഏറ്റവും നല്ലതും ഏറ്റവും സുന്ദരമായ ചോദ്യം അതാണ്. The relative velocity of B with respect to D. ബിയും ഡിയും അപേക്ഷിച്ച് അതിന്റെ റിലേറ്റീവ് വെലോസിറ്റി എത്രയാണ്? എത്രയാ ലക്ഷ്മി? എന്താ
എത്രയാ? എത്രയാ? എത്രയാന്നേ? റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്നാ? വി ബി മൈനസ് വി ഡി അല്ലേ? രണ്ടും ഒരേ ഡയറക്ഷൻ അല്ലേ? ഞാൻ ശരിയാക്കാൻ കാരണം ഇതാണ്, രണ്ടും തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ സെയിം വാല്യൂ വരെ ആയിരിക്കും അതിന്റെ വാല്യൂ നിൽക്കുന്നത്. അപ്പൊ വി ഐയും ബി വി എത്രയായിരിക്കും? സെയിം ആയിരിക്കും. therefore വി ബി മൈനസ് വി ഡി എത്രയായിരിക്കും? 0. therefore the relative velocity between VB and VD equal to 0. മനസ്സിലായോ ചോദ്യങ്ങള്? ഇക്വേഷൻസ് ഓഫ് മോഷൻ എഴുതി തരുന്നത് നിങ്ങൾ പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വരണം. അതിന്റെ ഡെറിവേഷനും പ്രോബ്ലം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. സോ കൺസിഡർ എ ബോഡി. ഒരു ബോഡി അറ്റ് ഒരു പൊസിഷനിൽ ഇരിക്കുകയാണ്. അത് അവിടുന്ന് വേറൊരു പൊസിഷനിലോട്ട് മാറി. ദെൻ നമുക്കറിയാം ആദ്യം ടൈം ടി എന്ന് പറയുന്നത് 0 ആണ്. അവസാനവും നമുക്കൊരു സമയം കിട്ടും. ഇപ്പൊ 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ്. ഈ 10 മിനിറ്റ് കൊണ്ട് ഈ ബോഡി സഞ്ചരിച്ച ദൂരത്തെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അത് റെപ്രസെന്റ് ചെയ്യുന്ന ഫിസിക്സ് ലെറ്റർ ആണ് എസ്. അതിനെടുത്ത ടൈമാണ് നമ്മൾ ഈ എഴുതിയ 10 മിനിറ്റ് അല്ലെങ്കിൽ സ്മോൾ ടി. ഇനി പറയാണ് ഞാനൊരു കാറയിലാണ് പോണേ, കാറങ്ങ് സ്റ്റാർട്ട് ആക്കുമ്പോൾ 80 കിലോമീറ്റർ 60 കിലോമീറ്റർ ഒന്നും പോയില്ല. ഞാനൊരു 30 കിലോമീറ്റർ പെർ അവറിൽ പതുക്കെ അങ്ങ് സഞ്ചരിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാർ ഒരു 60 കിലോമീറ്റർ പെർ അവറിലായി. അങ്ങനെയെങ്കിൽ ആദ്യത്തെ വെലോസിറ്റിനെ വിളിക്കുന്ന പേരാണ് ഇനിഷ്യൽ വെലോസിറ്റി. ഇനിഷ്യൽ വെലോസിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് യു. അവസാനം നമ്മൾ പോയ വെലോസിറ്റി ആണ് ഫൈനൽ വെലോസിറ്റി. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ വി. Then we can say that let A is the acceleration. Acceleration letter A തന്നെ, small a. There are 3 equations of motion. V equal to U plus AT. V square is equal to U square plus 2AS. S equal to UT plus half AT square. മനസ്സിലായോ? ഇത് മൂന്നും നമുക്കറിയണം. ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സിൽ ഈ ചാപ്റ്റർ കഴിഞ്ഞോ?